കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് പോയി സർക്കാർ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള കാരണങ്ങൾ ജനങ്ങളെ അറിയിക്കുവാനും തത്സമയം അവിടെ നിന്ന് ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുവാനും വേണ്ടിയൊക്കെ നടത്തിയിരിക്കുന്ന നവകേരള സദസ്സ്, ലക്ഷങ്ങളും കോടികളും മുടക്കിയൊക്കെ നടത്തുന്ന നവകേരള സദസ്സിനെതിരെ ജനാധിപത്യപരമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, KSU പ്രവർത്തകർ സമരം ചെയ്യുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് പകരം ഡിവൈഎഫ്ഐയുടെയും SFIയുടെയും ഒക്കെ പ്രവർത്തകർ വന്ന് യൂത്ത് കോൺഗ്രസുകാരുടെ തല പൂച്ചട്ടിയും ഹെൽമറ്റും ഒക്കെ വെച്ച് തല്ലി തകർക്കുമ്പോൾ നിസ്സഹായരായി നിൽക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ, ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നേതാക്കന്മാർ, ഇത് യൂത്ത് കോൺഗ്രസുകാരുടെ ഉള്ളിലും KSUക്കാരുടെ ഉള്ളിലും ഒക്കെ വലിയ അമർഷം ഉണ്ടാക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നിലവിലത്തെ പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഗാന്ധിയൻ പ്രിൻസിപ്പളിന്റെ അടിസ്ഥാനത്തിലുള്ള ചില നിലപാടുകൾ പറയുന്നു. അതൊക്കെ വലിയ സ്പർദ്ധകൾ ഉണ്ടാക്കുന്നു. നവമാധ്യമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും ഒക്കെ തുറന്നടിച്ച് പോസ്റ്റുകൾ ഇടുന്നു. പക്ഷേ ഇന്നലെ കൊല്ലത്ത് നവകേരള സദസ് എത്തിയപ്പോൾ മുതൽ ശക്തമായ രീതിയിൽ DYFI പ്രവർത്തകരെയും നവകേരള സദസ്സിൽ തങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെയും കൃത്യമായ രീതിയിൽ തിരിച്ചടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഇന്നലെ കൊല്ലത്ത് നവകേരള സദസ് എത്തിയപ്പോൾ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലാൻ വന്ന DYFI പ്രവർത്തകരെ കൊല്ലം നഗരവീതിയിലിട്ട് പൊതിരെ തല്ലി അവസരാക്കി മടക്കി അയക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്. അവിടുന്ന് അങ്ങോട്ട് ഇന്ന് രാവിലെ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് വരെ വളരെ ശക്തമായി പ്രതിഷേധങ്ങളുമായി എത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. നവകേരള സദസ്സ് യൂത്ത് കോൺഗ്രസിനെയും ഊർജ്ജസ്വലമാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് മാർച്ച് നടത്തുന്നു. അവർ ശക്തമായി പ്രതിഷേധിക്കുന്നു, പ്രതികരിക്കുന്നു. ആ പ്രതികരണത്തിൽ പക്ഷെ പോലീസിന്റെ നിലപാട് വ്യത്യസ്തമായിരുന്നു. കഴിഞ്ഞ ദിവസം ഗവർണർക്കെതിരെ SFIക്കാർ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിച്ചപ്പോ, DYFI പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോ, SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ആർഷോയെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വലിച്ചിഴച്ചല്ല കൊണ്ടുപോയത്, തല്ലി ചതച്ചല്ല കൊണ്ടുപോയത്, പിടിച്ചു നിർത്തി സമീപനം പാലിച്ച് ആർഷോയെ കാര്യം പറഞ്ഞു മനസ്സിലാക്കി എന്റെ കൂടെ വാ, എന്റെ കൂടെ വരൂ എന്നൊക്കെ പറഞ്ഞ് അനുനയിപ്പിച്ച് വിളിച്ചു കൊണ്ടുപോകുന്നു. SFI DYFI പ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ കരയണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ട് തലോടി മാതൃസ്നേഹം കൊടുക്കുന്ന തരത്തിലേക്ക് വളരെ നയപരമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകുന്നു. അതേസമയം ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്ന യൂത്ത് കോൺഗ്രസ് സമരത്തിൽ വളരെ മൃഗീയമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലി, യൂത്ത് കോൺഗ്രസിലെ പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി, അവരെ തെരുവിലിട്ട് വലിച്ചടച്ച് രൂക്ഷമായി തലതല്ലി തകർത്തുകൊണ്ട് വളരെയധികം കലുഷിതമാക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ നിലപാട്. എന്തുകൊണ്ടാണ് പോലീസ് ഇത്തരത്തിലൊരു രീതിയിൽ രണ്ട് സമരങ്ങളെയും എന്തുകൊണ്ടാണ് പോലീസ് രണ്ട് തട്ടിൽ സ്വീകരിക്കുന്നത്? ഒന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായതുകൊണ്ടാണോ? മറ്റൊന്ന് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ യുവജന പ്രസ്ഥാനമായതുകൊണ്ടാണോ? പോലീസ് ആരെയാണ് ഭയക്കുന്നത്? ഈ നാട്ടിലെ സർക്കാർ ഭരിക്കുന്ന ഇടതുപക്ഷത്തെ ഭയന്നുകൊണ്ടാണോ ഈ നാട്ടിലെ പോലീസ് ജീവിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് കൃത്യമായി അടിച്ചൊതുക്കുവാൻ, എന്തുകൊണ്ടാണ് SFIയോട് സമീപനം പാലിക്കുകയും യൂത്ത് കോൺഗ്രസുകാരോട് കലുഷിതമാർന്ന രീതിയിൽ പ്രതികരിക്കുകയും ചെയ്യുന്നത്? പോലീസുകാരും DYFI പ്രവർത്തകരും തമ്മിൽ എന്തായിരുന്നു വ്യത്യാസം എന്ന് ചോദിക്കേണ്ട തരത്തിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെയും ഇന്നത്തെയും പോലീസിന്റെ ഇടപെടലുകൾ, നിലപാടുകൾ. DYFI പ്രവർത്തകരോടൊപ്പം തന്നെ അംഗരക്ഷകനായ പോലീസുകാരൻ വന്ന യൂത്ത് കോൺഗ്രസുകാരുടെ തലതല്ലി പൊളിക്കുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുൻപിലിട്ട് പൊതിരെ തല്ലുന്നു, വലിച്ചിഴയ്ക്കുന്നു, തുണി വലിച്ചു കീറുന്നു. അങ്ങനെ വളരെ കലുഷിതമായ രീതിയിലേക്ക് പോലീസുകാർ പ്രവർത്തിക്കുന്നു. എന്താണ് പോലീസ് ഇത്തരത്തിൽ രണ്ട് നയങ്ങൾ സ്വീകരിക്കുന്നത്? ഒരു യൂത്ത് കോൺഗ്രസിലെ പെൺകുട്ടിയെയും അനുനയിപ്പിച്ചു കൊണ്ടുപോകുന്നത് കണ്ടില്ല. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിനെ വാ, എന്റെ കൂടെ വാ, ഞാൻ പറയാമെന്ന് പറഞ്ഞ് തോളിൽ കൈയിട്ട് കൊണ്ടുപോകുന്നത് കണ്ടില്ല. അവരെ എല്ലാവരെയും വണ്ടിയിലേക്ക് വലിച്ചിടക്കുകയും തുണി വലിച്ചു കീറുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് പ്രതിഷേധം അടിച്ചമർത്താൻ ശ്രമിച്ചത് പോലീസ്. അതോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DCC ഓഫീസിലേക്ക് നേതാക്കന്മാർ മാറ്റുന്നു. പ്രതിപക്ഷ നേതാവ് സമരമുഖത്തെത്തുന്നു. അദ്ദേഹം സ്വന്തം വാഹനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിക്കുന്നു. സമരമുഖത്ത് വെച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ചവശരാക്കിയപ്പോൾ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ വണ്ടിക്കകത്തെടുത്തിട്ട് തല്ലി എന്ന് പറയുന്നു. ഇത്ര ക്രൂരമായിട്ടാണോ ഒരു യുവജന പ്രസ്ഥാനത്തോട് പോലീസ് നിലപാട് സ്വീകരിക്കേണ്ടത്? അല്ല, ഇനി ഇങ്ങനെ തന്നെയാണെന്നിരിക്കട്ടെ, എന്തുകൊണ്ട് SFIയോടും, എന്തുകൊണ്ട് DYFIയോടും, യൂത്ത് കോൺഗ്രസിനോടും, അല്ലെങ്കിൽ SFIയോടും KSUവിനോടും ഒരേ തരത്തിൽ പ്രതികരിക്കുവാനും ഒരേ തരത്തിൽ അവരുടെ സമരങ്ങളെ അടിച്ച് അമർത്തുവാനും പോലീസിന് സാധിക്കുന്നില്ല? ഒരിടത്ത് ലാളനയുടെ ശബ്ദം, മറ്റൊരിടത്ത് ശാസനയുടെ ശബ്ദം, ഒരിടത്ത് താങ്ങും തണലുമാവുന്നു, മറ്റൊരിടത്ത് തലതല്ലി തകർക്കുന്നു. പോലീസ് ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എന്ത് ക്രമസമാധാനമാണ് പോലീസ് മുൻപോട്ട് വെക്കുന്നത്? എല്ലാ സമരങ്ങളോടും
പോലീസ് കാണിക്കേണ്ട ചില നീതിയുണ്ട്. ആ നീതി എല്ലാ സമരങ്ങളിലും പോലീസ് പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നവകേരള സദസ്സ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ഗുണകരമായി മാറിയിരിക്കുകയാണ്. അവർ വീണ്ടും കുറച്ചുകൂടി ശക്തമായി സമരമുഖങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. 2024 തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളത്തിൽ കൃത്യമായി ഇടം പിടിക്കുവാൻ യൂത്ത് കോൺഗ്രസിന് ശക്തി പകർന്നു കൊടുക്കുന്ന തരത്തിലേക്കായിരുന്നു ഇന്നത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരം.